അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കണ്ണൂർ സ്വദേശി NIA കസ്റ്റഡിയിൽ. തൊടുപുഴ ന്യൂമാൻ കോളേജ് അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫിന്റെ കൈവെട്ടിയ കേസിലെ പ്രതിക്ക് ഒളിത്താവളം ഒരുക്കിയ സഹായിയാണ് കസ്റ്റഡിയിലായത്. വിളക്കോട് സ്വദേശി സഫീറിനെയാണ് NIA പിടികൂടിയത്. ശ്രീജിത്ത് ചേരുന്നു. ശ്രീജിത്ത്, കൂടുതൽ വിവരങ്ങൾ. ഭാഗത്തു നിന്നും ഒരു നിർണായകമായ നീക്കമാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. തൊടുപുഴ ന്യൂമാൻ കോളേജിൽ അധ്യാപകനായ ജോസഫ് മാഷിന്റെ കൈപ്പത്തി വെട്ടിമാറ്റിയ സംഭവവുമായി ബന്ധപ്പെട്ട കേസിലാണ് നിലവിൽ ഒരാളെ ദേശീയ അന്വേഷണ ഏജൻസി നിലവിൽ പിടികൂടിയിരിക്കുന്നത്. കണ്ണൂർ വിളക്കോട് സ്വദേശി സഫറിനെയാണ് ദേശീയ അന്വേഷണ സംഘം നിലവിൽ പിടികൂടിയിരിക്കുന്നത്. ഇയാളെ നിലവിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇയാൾ ഈ കേസിലെ മുഖ്യപ്രതിയായ സവാദിന് മട്ടന്നൂരിൽ ഒളിത്താവളം ഒരുക്കി എന്ന നിലയിലുള്ള അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഉച്ചയോടെ ഇയാളെ പിടികൂടിയിരിക്കുന്നത്. ഇയാൾ മുൻപും ഇത്തരത്തിലുള്ള ക്രിമിനൽ പശ്ചാത്തലമുള്ള ഒരാളാണ് നിലവിൽ സഫർ. കാരണം വർഷങ്ങളായി തന്നെ ഈ മാഷിന്റെ കൈവെട്ടി ഈ പ്രദേശത്താണ്, ഈ മട്ടന്നൂർ പ്രദേശത്താണ് സവാദ് ഒളിവിൽ കഴിഞ്ഞിരുന്നത്. അദ്ദേഹത്തിന് പൂർണ്ണമായുള്ള സംരക്ഷണം നൽകുകയും വീട് എടുത്തു നൽകിയതും എല്ലാം ഈ പ്രതിയാണെന്ന് നിലവിൽ NIA കണ്ടെത്തിയിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഇയാളെ പിടികൂടിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെ AVP പ്രവർത്തകനായ ശ്യാമപ്രസാദിനെ കൊലപ്പെടുത്തിയ കേസിലെ 10ാം പ്രതി കൂടിയാണ് ഇയാൾ. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇയാൾ ഇന്ന് തലശ്ശേരി കോടതിയിലെത്തിയത്. അപ്പോഴായിരുന്നു NIA കോടതി പരിസരത്ത് നിന്നും ഇയാളെ പിടികൂടിയിരിക്കുന്നത്. എന്തായാലും കാരണം 13 വർഷത്തിലധികം ഈ മാഷിന്റെ കൈവെട്ടിയ ജോസഫ് മാഷിന്റെ കൈവെട്ടിയ പ്രതി പലയിടങ്ങളിലായി ഒളിവിൽ കഴിഞ്ഞിരുന്നു. മുഖ്യപ്രതിയായ സവാദ് പലയിടങ്ങളിൽ ഒളിവിൽ കഴിഞ്ഞിരുന്നു. അവസാനമാണ് ഈ മട്ടന്നൂർ പ്രദേശത്ത് മറ്റൊരു പേരിൽ ഇവിടെ ഒളിവിൽ കഴിഞ്ഞിരുന്നത്. ആ ഒളിവിൽ കഴിഞ്ഞിരുന്ന സമയത്ത് പൂർണ്ണമായുള്ള സംരക്ഷണം നൽകുകയും സഹായം നൽകുകയും ചെയ്തത് ഈ പ്രതിയാണെന്ന് നിലവിൽ NIA കണ്ടെത്തിയിരിക്കുകയാണ്. ശരി, ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.